ഖജനാവിൽ പണമില്ല, പിടിച്ചു നിൽക്കാൻ പണമില്ല എന്നാ പറയുന്നത്. സർ, ആകാശ് തില്ലങ്കേരി പോലുള്ള ക്രിമിനലുകൾ, ആ ക്രിമിനലുകൾക്ക് വേണ്ടി കേസ് നടത്താൻ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരാൻ ഇവർക്ക് എവിടുന്ന പണം? 2,11,00,000 രൂപ ഇതുവരെ ഖജനാവിൽ നിന്ന് എഴുതി കൊടുത്തത്. പെരിയ കേസും മട്ടന്നൂർ കേസിലെയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ രക്ഷിതാക്കൾ ആ കോടതിയിൽ കൊടുത്ത കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കൊടുക്കാൻ എവിടെയാ പണം? ഇവിടെ തൊട്ടതിനെല്ലാം നികുതി വർദ്ധിപ്പിച്ചിട്ട്, അടച്ചിട്ട വീടിന് പോലും നികുതി വർദ്ധിപ്പിച്ചിട്ട്, പെട്രോളിന് പിന്നെയും സെസ് വർദ്ധിപ്പിച്ചിട്ട്, ഡീസലിന് സെസ് വർദ്ധിപ്പിച്ചിട്ട്, ബൈക്ക് വാങ്ങുമ്പോൾ അതിന് സെസ്, സ്ഥലം വിൽക്കുമ്പോൾ അതിന് നികുതി, വെള്ളത്തിന് കരം, KCBയുടെ ചാർജ് എല്ലാം വർദ്ധിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങളോട് സമരവും ചെയ്യരുതെന്ന് പറയാൻ ഞങ്ങൾ ആരുടെയും അടിമകളല്ല, ഞങ്ങൾക്ക് ആരെയും ഭയവുമില്ല എന്ന് തന്നെ കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് കളമശ്ശേരിയിലെ സമര ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കണം. ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിലേക്ക് കയറ്റിയിടുമ്പോൾ ആ പോലീസ് ബസ്സിന്റെ ഫുട്ബോർഡിൽ ഇട്ടിട്ട് തലയടിച്ചു പൊട്ടിക്കുന്ന അങ്ങയുടെ പോലീസ്, അങ്ങൊരു കാരണം പറഞ്ഞു, യാത്രക്കാർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചതിന്റെ പേരിലാണ് അവിടെ അറസ്റ്റ് നടന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പോലീസ് അങ്ങ് എന്താണ് സാർ ചെയ്യേണ്ടി വരിക? കോടതിയുടെ ജഡ്ജി പോലും പാലായിൽ പറഞ്ഞത് ഇത്ര അപകടകരമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോകുന്നതിനെ സംബന്ധിച്ച. സാർ, എന്തിനധികം നിങ്ങളുടെ ഒരു മുൻ MLA മരിച്ചിട്ട് അതിന്റെ ദുഃഖം കാണിക്കാൻ വേണ്ടി കോഴിക്കോട് അങ്ങാടിയിൽ ആ MLAയുടെ വീടിനകത്ത് കെട്ടിയ ഒരു കറുത്ത തുണി പുറത്ത് പോസ്റ്റ് കെട്ടിയത് അതുപോലും അഴിച്ചു മാറ്റാൻ നിങ്ങളുടെ പോലീസ് നിൽക്കുന്നതിന്റെ ചിത്രം നമ്മൾ കാണേണ്ടി വരികയല്ലേ സാർ? നിങ്ങൾ കരിവള്ളൂരിന്റെയും കാവുമ്പായുടെയും അതുപോലെ തന്നെ വയലാറിന്റെയും പുന്നപ്പുറയുടെ ഒക്കെ സമരവീരം പറയുന്നവർ എന്തിനാണ് സാർ ഒരു കറുത്ത കഷ്ണം തുണിയെ നിങ്ങൾ എത്ര പേടിക്കുന്നത്? ഈ നികുതി വർധനവും മുഴുവൻ ഇവിടെ കാണിച്ചു കൂട്ടുമ്പോൾ, അത് മുഴുവൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ 4,000 കോടി രൂപയുടെ ബാധ്യത ജനങ്ങളിൽ നിന്ന് നേരിട്ട് പിരിക്കാൻ ഒരു ഗവൺമെന്റ് ഒറ്റയടിക്ക് തീരുമാനമെടുക്കുമ്പോൾ അതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷം പ്രതികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ, ശബ്ദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ, സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ. സാർ, ഞങ്ങളുടെ സമര രീതികൾ നിങ്ങൾ പഠിപ്പിക്കുകയാണോ? ഞങ്ങളുടെ സമര രീതികൾ സാർ, അങ്ങിരിക്കുന്ന ആ ചെയർ ഇവിടുന്ന് എടുത്ത് താഴോട്ട് വലിച്ചിട്ട് വരെ മന്ത്രിമാരാക്കിയ ഒരു ഗവൺമെന്റ് അല്ലേ നിങ്ങൾ? അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറും മൈക്കും തല്ലി തകർത്തിട്ട് ലേശം കുറ്റബോധമില്ലാതെ ആ കേസ് എഴുതി തള്ളാൻ കോടതിയിൽ പോയവരല്ലേ നിങ്ങൾ? ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചിട്ട് ഈ ജനങ്ങൾ നികുതി ഭീകരതയ്ക്കെതിരെ പ്രയാസപ്പെടുമ്പോൾ അതിന് സമാധാനപരമായി സമരം ചെയ്യുന്ന ഞങ്ങളുടെ സമരത്തെ ആക്ഷേപിച്ചോ ഭയപ്പെടുത്തിയോ പോലീസിനെ ഉപയോഗിച്ച് തല്ലി തകർത്തോ ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു സാർ, ഞങ്ങൾ ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്ന് ഇവിടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. സാർ, ഒരു സർക്കാർ ബസ്സും ഞങ്ങൾ കത്തിച്ചിട്ടില്ല, ഒരു പോലീസ് ജീപ്പും ഞങ്ങൾ കത്തിച്ചിട്ടില്ല, ഒരു KSRTCക്കും ഞങ്ങൾ കല്ലെറിഞ്ഞിട്ടില്ല. ഞങ്ങൾ റോഡിന്റെ വശങ്ങളിൽ ഇവിടെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. സാർ, അതിന് ജനങ്ങളെ നിങ്ങൾ ബന്ദിയാക്കുന്നതിനാ? അവിടെ കാലടിയിൽ മരുന്ന് വാങ്ങാൻ പോയ ഒരു കുടുംബത്തില് സാർ, അവര് നേരിട്ട്